ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം ഭീകരർ ആ താഴ്വരയിൽ, ആ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്ന താഴ്വരയിൽ 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ളൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് പോലും കൃത്യസമയത്ത് അവിടെ പോലീസിനോ സൈന്യത്തിനോ ഇടപെടാൻ സാധിച്ചില്ല. ഈ ഭീകരവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് അവരെ ഇതുവരെ പിടികൂടാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ വീഴ്ച ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയവരെ കണ്ടെത്താൻ സാധിക്കാത്തതും സർക്കാരിനെ സംബന്ധിച്ചൊരു തലവേദന പിടിച്ച കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീർച്ചയായും പ്രതിപക്ഷത്തിന് വിമർശനം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട്. അതിന് ഭരണപക്ഷം എന്ത് മറുപടി പറയും എന്നതാണ് അറിയേണ്ടത്. അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുകൾ നടത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങൾ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു വെളിപ്പെടുത്തൽ നടത്താനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതൊരു സൈനിക രഹസ്യമായതുകൊണ്ട് തന്നെ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതൊരു പൊതു ചർച്ചയ്ക്ക് വിധേയമാകില്ല എന്നുള്ളതാണ് സൂചനകൾ.